ഹലോ മക്കളെ, വെൽക്കം ടു റൈസ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ഓണം എക്സാമിനുള്ള മെഷർമെന്റ് ആൻഡ് യൂണിറ്റ്സ് എന്ന ചാപ്റ്റർ നമ്മളൊരു 30 മിനിറ്റ്സിൽ പഠിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് പോവാം. നമുക്ക് എന്തിനാണ് ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റിന്റെ ആവശ്യം? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു കടയിൽ പോയിട്ട് ടീഷർട്ട് വാങ്ങിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ടീഷർട്ടിന്റെ ലെങ്ത് നിങ്ങൾ എങ്ങനെയാണ് പറയുക? ഇപ്പോൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഞാൻ പറയും എൻ്റെ 2 കൈയുടെ നീളത്തിനുള്ള ഒരു ഷർട്ട് എനിക്ക് വേണമെന്ന് പറയും. അപ്പൊ ഇതെന്താണ്? ഇത് ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാരും മെഷർ ചെയ്യുന്നതനുസരിച്ചും ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? അപ്പൊ ഇത് കാരണം ഉണ്ടാവുന്ന ഇഷ്യൂ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി ലെങ്ത്. എന്താണ് ലെങ്ത്തിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ലെങ്കിൽ ലെങ്ത്തിന്റെ SI യൂണിറ്റ് എന്താണ്? ലെങ്ത്തിന്റെ SI യൂണിറ്റ് ആണ് മീറ്റർ. നമ്മളത് M എന്ന് പറഞ്ഞ സിമ്പിൾ ഉപയോഗിച്ച് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി നിങ്ങളൊരു മീറ്റർ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ ആ മീറ്റർ സ്കെയിൽ 100 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആ ഓരോ ഈക്വൽ പാർട്ടിനെ നമ്മൾ ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഓരോ സെന്റിമീറ്റർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഓരോ ഈക്വൽ പാർട്ടിനെയും നമ്മൾ ഒരു മില്ലിമീറ്റർ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഒരു മീറ്റർ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ ആ മീറ്റർ സ്കെയിലിനെ 100 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ പാർട്ടിനെയും നമ്മൾ ഒരു സെന്റിമീറ്റർ എന്ന് പറയുന്നു. ഇനി ഒരു സെന്റിമീറ്റർ എടുത്തു കഴിഞ്ഞാൽ അതിനെ 10 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ ഈക്വൽ പാർട്സിനെ നമ്മൾ ഒരു മില്ലിമീറ്റർ എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെന്റിമീറ്റർ ആണ്. ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മില്ലിമീറ്റർ ആണ്. ഇനി ഒരു മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മില്ലിമീറ്റർ ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1000 മില്ലിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മോഡേൺ ഡെഫിനിഷൻ ഉണ്ട്. എന്താണ്? ഡിസ്റ്റൻസ് ലൈറ്റ് ട്രാവൽസ് ഇൻ വാക്വം ഇൻ 1/299,792,458 ഓഫ് എ സെക്കൻഡ്. ഇത് നമ്മുടെ ലൈറ്റ് വേക്വത്തിൽ ട്രാവൽ ചെയ്യുന്ന അതിൻ്റെ സ്പീഡാണ്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് ഉണ്ട്. ലെങ്ത്തിന് കിലോമീറ്റർ ഉണ്ട്, മീറ്റർ ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഇനി കിലോമീറ്റർ എന്ന് പറയുമ്പോൾ അത് 1000 മീറ്റർ ആണ്, അല്ലെങ്കിൽ 10⁻³ മീറ്റർ ആണ്. സെന്റിമീറ്ററിലേക്ക് വരുമ്പോഴോ അത് 10⁻⁻², അതായത് 1/100 മീറ്റർ ആണ്. നമ്മൾ നേരത്തെ കണ്ടു അല്ലേ? 100 സെന്റിമീറ്റർ ഇസ് ഈക്വൽ ടു 1 മീറ്റർ. ഇനി മില്ലിമീറ്ററിലേക്ക് വരുമ്പോൾ 10⁻³ മീറ്റർ ആയിരിക്കും. അതും നമ്മൾ നേരത്തെ കണ്ടു. മൈക്രോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻6 മീറ്റർ ആണ്. അതുപോലെ നാനോമീറ്റർ എന്ന് പറയുന്നത് 10⁻⁻9 മീറ്റർ ആണ്. ഇനി എനിക്ക് വാസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റുകളാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റും ലൈറ്റ് ഇയറും അതുപോലെ തന്നെ പാർസെക്കും. സോ എന്താണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ്? നമ്മുടെ എർത്തിൻ്റെയും സണ്ണിൻ്റെ ഇടയിലുള്ള ആവറേജ് ഡിസ്റ്റൻസിനെയാണ് ഞാൻ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇത് അപ്രോക്സിമേറ്റ്ലി 15 crore കിലോമീറ്റർ ആണ്. ഓക്കെ, ഇനി ലൈറ്റ് ഇയർ. പേര് പോലെ തന്നെ നമ്മുടെ ലൈറ്റ് ഒരു ഇയറിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, ലൈറ്റ് ഒരു ഇയറിൽ എത്ര ട്രാവൽ ചെയ്യുന്നു, ഇതിനാണ് ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. 3 lakh കിലോമീറ്റർ ഓരോ സെക്കൻഡിലും നമ്മുടെ ലൈറ്റ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇനി 3.26 ലൈറ്റ് ഇയറിനെയാണ് നമ്മൾ പാർസെക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും വാസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസുകൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റുകളാണ്. ഓക്കെ, ഇനി നമ്മൾ അക്യുറേറ്റ്ലി ലെങ്ത് മെഷർ ചെയ്യണമെങ്കിൽ കുറച്ച് പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന്, നമ്മൾ സ്കെയില് ആ ഒബ്ജക്റ്റിന് ക്ലോസ് ആയിട്ട് വെക്കണം. ഓക്കെ, എനിക്കിപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിന്റെ ലെങ്ത് ആണ് മെഷർ ചെയ്യേണ്ടത്. ഞാൻ സ്കെയിൽ കുറച്ച് ദൂരെ പിടിച്ചാൽ എനിക്ക് കറക്റ്റ് മെഷർമെന്റ് കിട്ടില്ല. ഞാൻ ആ ഒബ്ജക്റ്റിനോട് ക്ലോസ് ആയിട്ട് വെച്ചിട്ട് വേണം മെഷർമെന്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ സ്കെയിലിൽ എന്തുണ്ടായിരിക്കും? സ്കെയിലിൽ മാർക്കിംഗ് ഉണ്ടായിരിക്കും. അപ്പം ഞാൻ നോക്കേണ്ടത് അതിന് ഡയറക്റ്റ്ലി എബോവ് നിന്നിട്ടാണ്. ഓക്കെ, ഞാൻ ഒരു സൈഡിലേക്ക് ചേരുന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് മെഷർമെന്റ് കിട്ടില്ല. ഇനി ബ്രോക്കൺ എഡ്ജ് ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് 0, ഒരു സ്കെയിലിന്റെ 0 മാഞ്ഞു പോയി, അല്ലെങ്കിൽ 0 വരെ പൊട്ടിപ്പോയി. സ്കെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 വെച്ചിട്ടാണ്. നമ്മൾ ഈ പൊട്ടിപ്പോയ എഡ്ജ് വെച്ചിട്ടല്ല മെഷർ ചെയ്യേണ്ടത്. അടുത്ത പ്രോപ്പർ ആയിട്ടുള്ള മാർക്കിംഗ് ഇല്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോർമലി ലെങ്ത് മെഷർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി എനിക്കൊരു A4 ഷീറ്റിന്റെ തിക്നെസ് മെഷർ ചെയ്യണം. നമ്മുടെ കയ്യിലുള്ള നോർമൽ സ്കെയിൽ ഉപയോഗിച്ച് അത് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ടതാണ് ഒരു ബണ്ടിൽ ഓഫ് A4 ഷീറ്റുകൾ എടുക്കുക. ഇപ്പോൾ ഒരു 50 ഷീറ്റ് നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഈ 50 ഷീറ്റിന്റെ തിക്നെസ് അപ്പം നിങ്ങൾക്ക് സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ 50 ഷീറ്റിന്റെ തിക്നെസ് മെഷർ ചെയ്തിട്ട് അതിനെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു A4 ഷീറ്റിന്റെ തിക്നെസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്മോളർ ആയിട്ടുള്ള മെഷർമെന്റുകൾ എടുക്കുന്നത്. ഓക്കെ,
ഇനി മാസ് എന്താണ് മാസ്? മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി. ഒരു ബോഡി കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെങ്കിൽ ബോഡിയിലുള്ള മാറ്ററിന്റെ ക്വാണ്ടിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാസ്. സോ മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. kg എന്ന സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് 1 കിലോഗ്രാം എന്ന് പറയുന്നത് 90% പ്ലാറ്റിനവും 10% ഇറീഡിയവും അടങ്ങിയ ഒരു അലോയ് കൊണ്ടുണ്ടാക്കിയ ഒരു സിലിണ്ടറിന്റെ മാസിനെയാണ് നമ്മൾ 1 കിലോഗ്രാം എന്ന് പറയുന്നത്. ഈ സിലിണ്ടർ എവിടെയുള്ളത്? ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ് ആൻഡ് മെഷേഴ്സ്, പാരീസിലുള്ള ഇന്റർനാഷണൽ ബ്യൂറോ ഓഫ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിലാണ് ഈ സിലിണ്ടർ ഉള്ളത്. ഓക്കെ, സോ ഇതിന് സിമിലർ ആയിട്ടുള്ള ഒന്ന് നമ്മുടെ ഡൽഹിയിലുള്ള നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ലെങ്ത് കണ്ട പോലെ തന്നെ കിലോഗ്രാമിൽ നമ്മൾ 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. ഒരു ക്വിൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. ഇനി സ്മോളർ ആയിട്ടുള്ളത് 1 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ 1/1000 കിലോഗ്രാം ആണ്. ഇനി 1 മില്ലിഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻⁻6 അല്ലെങ്കിൽ 1/10�6 കിലോഗ്രാം ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ടൈം എനിക്ക് മെഷർ ചെയ്യണം. ഏത് യൂണിറ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്? SI യൂണിറ്റ് ഓഫ് ടൈം ഈസ് സെക്കൻഡ്. ഓക്കെ, എസ് എന്ന് പറഞ്ഞ സിമ്പിൾ ഉപയോഗിച്ചിട്ട് ഞാൻ അതിനെ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി സോളാർ ഡേ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. എന്താണ് സോളാർ ഡേ? നമ്മുടെ എർത്ത് അതിൻ്റെ ആക്സിസിൽ ഒരു ഫുൾ റൊട്ടേഷൻ എടുക്കുന്ന സമയത്തിനെയാണ് ഞാൻ സോളാർ ഡേ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ന് ഉച്ച മുതൽ നാളെ ഉച്ച വരെയുള്ള ഒരു സമയം ഒരു സോളാർ ഡേ ആണ്. ബിക്കോസ് ആ ഒരു സമയത്തിൽ നമ്മുടെ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ആക്സിസിൽ ഫുൾ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി 1 ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ഡേ എത്ര അവേഴ്സ് ആണ്? 1 ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours ആണ്. ഓക്കെ, 1 hour എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ? 1 hour എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര മിനിറ്റ് ആണ്? 60 minutes ആണ്. ഇനി 1 minute എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 seconds ആണ്. ഓക്കെ, അപ്പോൾ 1 second നമുക്ക് എങ്ങനെ എഴുതാം? 1/86,400 ഓഫ് എൻ ആവറേജ് സോളാർ ഡേ എന്ന് എഴുതാം. ഓക്കെ, 1 ഡേ എന്ന് പറഞ്ഞാൽ 24 hours ആണ്. 1 hourൽ 60 minutes ഉണ്ട്. 1 minute എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 60 seconds ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ കിടക്കുന്നത് ഫണ്ടമെന്റൽ യൂണിറ്റ്സ്. നമുക്ക് 7 ഫണ്ടമെന്റൽ യൂണിറ്റുകളാണ് ഉള്ളത്. അപ്പോൾ എന്താണ് ഫണ്ടമെന്റൽ യൂണിറ്റ്? ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വേറൊരു യൂണിറ്റിന്റെ രൂപത്തിൽ എനിക്ക് എഴുതാൻ പറ്റാത്ത യൂണിറ്റുകളാണ് ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അവർ ഇൻഡിപെൻഡൻ്റ്ലി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ്ലി ഡിഫൈൻ ചെയ്യുന്ന യൂണിറ്റുകളെയാണ് ഞാൻ ഫണ്ടമെന്റൽ യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ദേ കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് വൺ അനദർ. മറ്റൊരു യൂണിറ്റിന്റെ ടേമിൽ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമുക്ക് 7 ഫണ്ടമെന്റൽ യൂണിറ്റുകളാണ് ഉള്ളത്. ഒന്ന് ലെങ്ത്. എന്താണ്? മീറ്റർ ആണ് ലെങ്ത്തിന്റെ യൂണിറ്റ്. മാസ് നമ്മൾ കണ്ടു, കിലോഗ്രാം. ടൈം സെക്കൻഡ്. ഇലക്ട്രിക് കറന്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ആംബിയർ ആണ്. ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് കെൽവിൻ ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യുന്ന സ്റ്റാൻഡേർഡ് യൂണിറ്റ് മോൾ ആണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യുന്നത് കാൻഡല എന്ന് പറഞ്ഞ യൂണിറ്റിലാണ്. അപ്പോൾ ഈ 7 യൂണിറ്റുകളെയാണ് നമ്മൾ ഫണ്ടമെന്റൽ യൂണിറ്റുകൾ, 7 ഫണ്ടമെന്റൽ യൂണിറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഡിറൈവ്ഡ് യൂണിറ്റുകൾ. ആ പേര് പോലെ തന്നെ എന്താണ്? ഡിറൈവ് ചെയ്തെടുക്കുന്ന യൂണിറ്റുകളാണ്. അതായത് ഫണ്ടമെന്റൽ യൂണിറ്റുകളിൽ നിന്ന് ഞാൻ ബിൽഡ് ചെയ്യുന്ന യൂണിറ്റിനെയാണ് ഞാൻ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഏരിയ. ഏരിയ എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, അല്ലേ? അപ്പോൾ ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. ബ്രെഡ്ത്തിന്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ. അപ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ, മീറ്റർ സ്ക്വയർ. ഇത് ഞാൻ ഫണ്ടമെന്റൽ യൂണിറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്ത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്തെടുത്ത യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിന് ഞാൻ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ വോളിയം, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ അല്ലെങ്കിൽ മീറ്റർ ക്യൂബ്. അപ്പോൾ മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞ വോളിയത്തിന്റെ യൂണിറ്റ് ഞാൻ മീറ്റർ എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ യൂണിറ്റിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിന് ഞാൻ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി വോളിയം, മാസ്, അതുപോലെ തന്നെ ഡെൻസിറ്റി. സോ എന്താണ് വോളിയം? വോളിയം എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു 3 dimensional സ്പേസിനെയാണ് ഞാൻ വോളിയം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ബോട്ടിൽ കുറച്ച് വെള്ളം എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഷേപ്പുള്ള ഒരു ബോട്ടിൽ ആദ്യം കുറച്ച് വെള്ളം എടുത്തു. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു. അപ്പോൾ ഈ ഞാൻ ഒഴിക്കുന്ന വെള്ളം ഈ ഏരിയ, ഈ ഒരു 3 dimensional സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്, അല്ലേ?
ഇപ്പോൾ രണ്ട് കേസിൽ ഇത് ഒക്യുപ്പൈ ചെയ്യുന്ന സ്പേസ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു സ്പേസിനെ നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസ് അത് ഒക്യുപ്പൈ ചെയ്യുന്ന ആ 3 ഡയമെൻഷൻ സ്പേസിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, വോളിയം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്തായിരിക്കും ഡെൻസിറ്റി? ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്ര മാസ് അത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട് ആ മെഷറിനെയാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി ഈസ് ദി മാസ് കണ്ടെയ്ൻഡ് ഇൻ എ യൂണിറ്റ് വോളിയം ഓഫ് സബ്സ്റ്റൻസ്. അപ്പോൾ യൂണിറ്റ് വോളിയത്തിൽ എത്ര മാസ് ഉണ്ട് അതിനെയാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസർ സബ്സ്റ്റൻസ് കൂടുതൽ മാറ്ററിനെ ആ സ്പേസിൽ പാക്ക് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിനകത്തുള്ള ഒരു സാധനത്തിന് ഞാൻ സൂം ചെയ്ത് കാണിക്കുകയാണ്. ഞാൻ ഈക്വൽ സെയിം സ്പേസ് എടുത്തു, രണ്ട് സെയിം സ്പേസ്. അപ്പോൾ ഇത് ഡെൻസർ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്, ഇത് ലെസ് ഡെൻസ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പം ഡെൻസർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സെയിം സ്പേസിൽ മാക്സിമം അല്ലെങ്കിൽ മോർ എമൗണ്ട് ഓഫ് മാറ്ററിനെ പാക്ക് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി എന്താണ് ഡെൻസിറ്റീൻ്റെ യൂണിറ്റ്? കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ ആണ് ഡെൻസിറ്റീൻ്റെ യൂണിറ്റ്. എങ്ങനെയായിരിക്കും? സോ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്, വോളിയത്തിന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു മീറ്റർ ക്യൂബ്. അപ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് നമ്മുടെ ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ഇതൊരു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി റൂൾസ് ഫോർ റൈറ്റിംഗ് യൂണിറ്റ്സ് ആണ്. നമ്മൾ യൂണിറ്റ്സ് എഴുതുന്ന സമയത്ത് കുറച്ച് റൂൾസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ്. ഓക്കെ, എന്തൊക്കെയാണ് റൂൾസ്? ലോവർ കേസ് ആണ് സിമ്പിൾസ് എഴുതുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ കിലോഗ്രാം എന്ന് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, ഇങ്ങനെയോ കിലോഗ്രാം എന്ന് എഴുതിയാൽ അത് തെറ്റാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ക്യാപിറ്റൽ ഫോർ നെയിംസ്. ഇപ്പോൾ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ നമ്മുടെ സയൻറ്റിസ്റ്റിൻ്റെ നെയിമാണ്. ഓക്കെ, അപ്പോൾ നെയിം ഞാൻ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ക്യാപിറ്റൽ ലെറ്ററിലാണ് ഞാൻ എഴുതേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ പാസ്കൽ, വോൾട്ട് ഒക്കെ ക്യാപിറ്റൽ ലെറ്ററിലാണ്. സിമ്പിളായിട്ട് എഴുതുന്ന സമയത്ത് നെയിം ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. ഓക്കെ, ഇനി ഞാനത് എക്സ്പാൻഡ് ചെയ്യുന്നു. കെൽവിൻ എന്നുള്ളത് ഞാൻ കെൽവിൻ എന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാൻ വേണ്ടി പാടില്ല, പകരം ലോവർ കേസിലാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ നെയിം സിമ്പിളായിട്ട് എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം. നെയിം എക്സ്പാൻഡ് ചെയ്ത് ഫുള്ളായിട്ട് എഴുതുന്ന സമയത്ത് ഞാൻ ലോവർ കേസിലാണ് എഴുതേണ്ടത്. ഇനി പ്ലൂറൽ സിമ്പിൾസിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കിലോഗ്രാം എന്ന് എഴുതാൻ പാടുള്ളൂ, കിലോഗ്രാംസ് എന്ന് എഴുതുന്നത് തെറ്റാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഒരു സിമ്പിൾ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ആവശ്യമില്ല, എക്സെപ്റ്റ് അത് സെൻറ്റൻസ് എൻഡാണ്. ഇപ്പോൾ ഞാൻ സിമ്പിൾ കഴിഞ്ഞിട്ട് അതൊരു സെൻറ്റൻസ് അവിടെ എൻഡ് ചെയ്യണം. ആ കേസിൽ മാത്രമേ എനിക്ക് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത കേസിൽ സിമ്പിൾ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ് റൈറ്റ് ആയിട്ട് എഴുതേണ്ടത്. ഇനി 1/ മാത്രമേ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നെയിമും സിമ്പിളും മിക്സ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി സ്പേസ് ബിറ്റ്വീൻ വാല്യൂ ആൻഡ് യൂണിറ്റ്. കേട്ടോ, വാല്യൂ കഴിഞ്ഞിട്ട് യൂണിറ്റും വാല്യൂയും തമ്മിൽ ഒരു സ്പേസ് ആവശ്യം ഉണ്ട്. ഇങ്ങനെ ഒരുമിച്ച് സ്പേസ് ഇല്ലാണ്ട് എഴുതാനും പാടില്ല. സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂൾസ്. എന്തിനുള്ള റൂൾസാണ്? നമ്മൾ യൂണിറ്റ് എഴുതുന്ന സമയത്ത് ഫോളോ ചെയ്യേണ്ട റൂൾസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. ഇനി നമുക്ക് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താണ്? ഐഡന്റിഫൈ ദ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ദി ഫണ്ടമെന്റൽ യൂണിറ്റ് സെക്കൻഡ്. സെക്കൻഡ് എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ യൂണിറ്റ് കൊണ്ട് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന എന്താണ് ക്വാണ്ടിറ്റി? എന്താണ് പറയൂ? ഡെപ്ത് ഓഫ് എ പിറ്റ് ആണോ? അല്ല, അത് മീറ്ററിലാണ് നമ്മൾ മെഷർ ചെയ്യുക. വെയിറ്റ് ഓഫ് വെജിറ്റബിൾസ്, അതുമല്ല. സെക്കൻഡിൽ നമ്മൾ വെയിറ്റ് മെഷർ ചെയ്യില്ലല്ലോ. ഇനി ഡ്യൂറേഷൻ ടു കംപ്ലീറ്റ് എ റേസ്. ലാസ്റ്റ് വരുന്നത് ബോഡി ടെമ്പറേച്ചർ ആണ്. ഒരു റേസ് കംപ്ലീറ്റ് ചെയ്യാനെടുത്ത ഡ്യൂറേഷൻ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ സെക്കൻഡിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ സി ആണ് റൈറ്റ് ആൻസർ. ഇനി നമ്മുടെ ഫിഗർ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ കോമൺലി യൂസ്ഡ് സ്കെയിൽ ഈസ് 0.1 സെൻറ്റിമീറ്റർ. വാട്ട് ഡസ് ദിസ് മീൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ലീസ്റ്റ് കൗണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു സ്കെയിൽ ഉപയോഗിച്ച് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ അല്ലെങ്കിൽ മെഷർമെന്റ് ആണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പഠിച്ചതാണ്. ഇനി വാട്ട് ഈസ് ലീസ്റ്റ് കൗണ്ട് ഓഫ് ദി മെഷറിംഗ് ജാർ ഷോൺ ഇൻ ദിസ് ഫിഗർ? നോക്കൂ എന്താണ്? 1 സെന്റിമീറ്റർ ഉണ്ട്, അടുത്ത് 2 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ 1-നും 2-നും ഇടയിൽ ഒരു
1 സെന്റിമീറ്ററിന്റെ ഗ്യാപ്പാണ് ഉള്ളത്. ഇനി ഇത് എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? ഇത് 1 2 3 4 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1 സെന്റിമീറ്ററിനെ എത്ര പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 5 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഓരോ ഈക്വൽ പാർട്ടിന്റെയും വാല്യൂ ആയിരിക്കില്ലേ ഇതിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ട് എത്രയാണ്? അത് 1/5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആണോ? അല്ലെങ്കിൽ 0.2 സെന്റിമീറ്റർ ആണ് ഈ ജാറിന്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി ഹിയർ ആർ സം എൻട്രീസ് ഫ്രം എ ചൈൽഡ് സയൻസ് ഡയറി. ഫൈൻഡ് ദി ഇൻകറക്റ്റ് വൺസ് ആൻഡ് ദി കറക്റ്റ് ദം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇൻകറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. ഡെൻസിറ്റി ഓഫ് കെറോസിൻ 810 കിലോഗ്രാം /മീറ്റർ എഴുതിയിട്ടുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരൊറ്റ സ്ലാഷ് മാത്രം ഇട്ടാൽ മതി. അപ്പോൾ ഇത് ഇൻകറക്റ്റ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? 810 kg/m³ എന്ന് എഴുതാം. ഓക്കെ, ഇനി ലെങ്ത് ഓഫ് എ പെൻ 12 സെന്റിമീറ്റർ. യെസ്, ഇത് കറക്റ്റ് ആണ്. 12 സെന്റിമീറ്റർ നമുക്ക് ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഒബ്ജക്റ്റ് 20 ന്യൂട്ടൺ. ന്യൂട്ടൺ വരുന്ന സമയത്ത് നമ്മൾ ക്യാപിറ്റലാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, മാസ് ഓഫ് ഷുഗർ 2 കിലോഗ്രാം. ഓക്കെ, ഐ തിങ്ക് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആണ് യൂസ് ചെയ്തെന്ന് തോന്നുന്നു. ഈ ഫോണ്ടിൻ്റെ പ്രശ്നം അറിയില്ല. ഇത് ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ അത് നമ്മൾ സ്മോൾ ലെറ്ററിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇവിടെ നോക്കാൻ വേണ്ടി ഉള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് കറക്റ്റ് തന്നെയാണ്, സ്മോൾ ലെറ്റർ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഇനി ക്ലാസിഫൈ ദ ഫോളോയിങ് ക്വാണ്ടിറ്റീസ് ഇൻറ്റു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. എന്താണ്? ലെങ്ത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ് അല്ലേ? ഏരിയ എന്താണ്? ഏരിയ ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. വോളിയം ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. ആൻഡ് മാസ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി യു ആർ ഗിവൺ എ സ്കെയിൽ ആൻഡ് 100 പേപ്പേഴ്സ് ഓഫ് ദി സെയിം സൈസ്. ഡിസ്ക്രൈബ് എ പ്രൊസീജിയർ ടു ഫൈൻഡ് ദി വോളിയം ഓഫ് 1 പേപ്പർ യൂസിങ് ദിസ്. ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. നമുക്കൊരു നോർമൽ ഒരു A4 ഷീറ്റിന്റെ തിക്നെസ് നമുക്ക് നമ്മുടെ സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എനിക്ക് 100 പേപ്പേഴ്സ് തന്നിട്ടുണ്ട്. ഞാൻ 100 പേപ്പേഴ്സ് ഇങ്ങനെ അട്ടിക്ക് വെക്കുന്നു. അപ്പോൾ അതിനൊരു തിക്നെസ് ഉണ്ടാവും. അതെനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അതെനിക്ക് സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ മെഷർമെന്റിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, കാരണം 100 പേപ്പർ വെച്ചപ്പോഴാണല്ലോ ഇത്രയും തിക്നെസ് വന്നത്. അപ്പോൾ ഈ തിക്നെസ്സിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒരു പേപ്പറിന്റെ തിക്നെസ് കിട്ടും. എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞത്? വോളിയമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. വോളിയം എന്താ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്യാം. ഈ ഹൈറ്റ് നമ്മുടെ തിക്നെസ് ആണ്. അത് നമുക്ക് ഇങ്ങനെയും മെഷർ ചെയ്യാം. ഓക്കെ, ഇനി ഡെൻസിറ്റി ഓഫ് എൻ ഇറഗുലർലി ഷേപ്ഡ് സ്റ്റോൺ ഈസ് ഗിവൺ. ഡിസ്ക്രൈബ് എ പ്രൊസീജിയർ ടു ഫൈൻഡ് ദി മാസ് ഓഫ് ദി സ്റ്റോൺ യൂസിങ് എ മെഷറിംഗ് ജാർ, വാട്ടർ ആൻഡ് ത്രെഡ്. സിമ്പിൾ ആണ്. ഡെൻസിറ്റി തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ് നമുക്കറിയാം. മാസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിനി വോളിയം കൂടെ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും നോക്കാം. നമുക്കൊരു മെഷറിംഗ് ജാർ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു മെഷറിംഗ് ജാർ നമുക്ക് തന്നിട്ടുണ്ട്. ഒരു ത്രെഡും തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ മെഷറിംഗ് ജാറിൽ കുറച്ച് വെള്ളം എടുക്കുന്നു ആദ്യം. ഓക്കെ, മെഷറിംഗ് ജാറിൽ ഞാൻ കുറച്ച് വെള്ളം എടുക്കുകയാണ്. അപ്പോൾ ഇനീഷ്യലി ഉള്ള വാട്ടർ ലെവൽ V1 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഈ ത്രെഡ് എൻ്റെ ഈ ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള ഈ സ്റ്റോണിൽ കെട്ടുന്നു. ഓക്കെ, സ്റ്റോണിൽ കയറ് കെട്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇറക്കുകയാണ്. ഞാൻ ഇതിലേക്ക് ഇറക്കുന്നു. അങ്ങനെ ഇറക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? വാട്ടർ ലെവൽ ഇൻക്രീസ് ആവും. ഓക്കെ, വാട്ടർ ലെവൽ ഇൻക്രീസ് ആവും. സോ വാട്ടർ ലെവൽ സപ്പോസ് ഈ പോയിന്റ് വരെ ഇൻക്രീസ് ആയി. ആ ഇൻക്രീസ് ആയ പോയിന്റിനെ V2 എന്ന് എടുക്കുക. ഓക്കെ, അപ്പോൾ V2 മൈനസ് V1 ആയിരിക്കും ഇവിടുത്തെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, V2 മൈനസ് V1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോളിയം കിട്ടും. അപ്പോൾ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ, മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഡെൻസിറ്റി തന്നിട്ടുണ്ട്, വോളിയം നമ്മൾ ഇങ്ങനെ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് മാസ് അങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ആർ ഗിവൺ ബിലോ. ചൂസ് ദി ഓപ്ഷൻ ഇൻ വിച്ച് ദേ ആർ അറേഞ്ച്ഡ് ഇൻ എ അസെൻഡിങ് ഓർഡർ ആൻഡ് റൈറ്റ് ഇറ്റ്. മില്ലിമീറ്റർ, മൈക്രോമീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ. കിലോമീറ്റർ, സെന്റിമീറ്റർ, മില്ലിമീറ്റർ, മൈക്രോമീറ്റർ. അസെൻഡിങ് ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. മൈക്രോമീറ്റർ, മില്ലിമീറ്റർ, സെന്റിമീറ്റർ, കിലോമീറ്റർ. സോ ഇതാണ് ആൻസർ. നമ്മൾ ഓൾറെഡി നമ്മുടെ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, ഇനി observe the following list of quantities which includes both fundamental and derived quantities. From the given quantities, identify and write fundamental quantities. നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്? അതും നമ്മൾ പഠിച്ചാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാവുന്നതാണ്.
Okay, a student was asked to write some measurements using the international system of units. Review what the student has written. Mass of the wooden block 1.5 kilogram. Distance 574 kilometer എന്ന് എഴുതിയിട്ടുണ്ട്. ബോയിലിംഗ് പോയിന്റ് 373 കെൽവിൻ എന്ന് എഴുതിയിട്ടുണ്ട്. മാസ് ഓഫ് ദി ബീക്കർ 800 ഗ്രാം എന്ന് എഴുതിയിട്ടുണ്ട്. ഡെൻസിറ്റി 100 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ റൂൾസ് ഉണ്ട്. ആ റൂൾസ് നമുക്കറിയാം. അത് ഉപയോഗിച്ചിട്ട് ഇതിൽ മിസ്റ്റേക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മിസ്റ്റേക്സ് കണ്ടുപിടിച്ച് അത് കറക്റ്റ്ലി എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ല, നിങ്ങൾ സെയിം ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഫണ്ടമെന്റൽ ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് പല ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താണ്, റൂൾസിൽ നിന്ന് ഇപ്പൊ തന്നെ 2 ചോദ്യമായി. അപ്പോൾ ഒരു കൺസെപ്റ്റ് പഠിച്ചാൽ തന്നെ അത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്താണ് മാസ്, ഇത് തെറ്റാണല്ലേ, കാരണം നമ്മളിവിടെ ലോവർ കേസിലാണ് എഴുതേണ്ടത്. ഇനി ഡിസ്റ്റൻസ് എഴുതിയിട്ടുണ്ടത് കറക്റ്റ് ആണ്. ദെൻ കെൽവിൻ എഴുതിയിട്ടുണ്ടത് റോങ് ആണ്, കാരണം നമ്മൾ നെയിം എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ അത് ലോവർ കേസിലാണ് എഴുതേണ്ടത്. ഇനി 800 ഗ്രാം നമ്മൾ ഗ്രാം എന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതണ്ട, ഗ്രാം എന്ന് ജി എന്ന് എഴുതിയാൽ മതി. ഇനി 1500 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് മിക്സ് ചെയ്ത് എഴുതാൻ വേണ്ടി പാടില്ല, കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നേ എഴുതാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, അപ്പോൾ റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ചോദ്യങ്ങൾക്കും ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. A child measured the thickness of 100-page science diary using a scale and found it to be 3.2 centimeter. നമ്മൾ നേരത്തെ ചെയ്ത അതേ ചോദ്യം തന്നെയാണ്, വാല്യൂ തന്നിട്ടൊന്ന് മാത്രമേ ഉള്ളൂ. ഫൈൻഡ് ദി തിക്നെസ് ഓഫ് സിംഗിൾ പേജ് ഓഫ് സയൻസ് ഡയറി. പിന്നെ എന്താണ്, കൺവേർട്ട് ദി തിക്നെസ് ഓഫ് 1 പേജ് ഇൻറ്റു SI യൂണിറ്റ് ആൻഡ് റൈറ്റ്. ഇത് നിങ്ങൾ തന്നെ ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്, 100 പേജിന്റെ 3.2 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു പേജിന്റെ കണ്ടുപിടിക്കാൻ ഈ 3.2 സെന്റിമീറ്ററിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ആ കിട്ടുന്ന എന്തായിരിക്കും, സെന്റിമീറ്റർ ആണ്. അത് നമുക്ക് എങ്ങോട്ടാണ് മാറ്റേണ്ടത്, മീറ്ററിലേക്കാണ് മാറ്റേണ്ടത്. നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ. ഓക്കെ, സോ അത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, അതുപോലെ തന്നെ പവർഫുൾ ചാപ്റ്റർ ആണ്. കാരണം ഒരു 10 മാർക്കിനടുത്ത് ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഓണം എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് 10 മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.